ജീവൻ നിലനിർത്താൻ വേണ്ടി രവീന്ദ്രൻ നായർ ലിഫ്റ്റിനുള്ളിൽ കഴിഞ്ഞത് 42 മണിക്കൂറുകളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കിൽ 11-ാം നമ്പർ ലിഫ്റ്റിലാണ് രവീന്ദ്രൻ നായർ കുടുങ്ങിയത്. ശനിയാഴ്ചയാണ് രവീന്ദ്രൻ നായർ നടുവേദനയ്ക്ക് ചികിത്സ തേടി ഓർത്തോ വിഭാഗത്തിലെത്തിയത്. ഡോക്ടർ പറഞ്ഞ പരിശോധനകളെല്ലാം നടത്തിയ ശേഷം അതിൻ്റെ ഫലവുമായി തിരികെ OP ബ്ലോക്കിലെത്തി ഡോക്ടറെ വീണ്ടും കാണാൻ 1-ാം നിലയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ലിഫ്റ്റിൽ കയറിയത്. മുകളിലേക്ക് ഉയർന്ന ലിഫ്റ്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയും ചെയ്തു. ലിഫ്റ്റിലെ അലാറം സ്വിച്ചിൽ നിരവധി തവണ അമർത്തിയെങ്കിലും ആരും എത്തിയില്ല. അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ലിഫ്റ്റിലെ ഫോൺ ഉപയോഗിച്ച് വിളിച്ചെങ്കിലും ആരും എടുത്തില്ല. ഇതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ കൂടി താഴെ വീണു പൊട്ടിയതോടെയാണ് ലിഫ്റ്റിൽ പൂർണ്ണമായും കുടുങ്ങിയത്. വിളിച്ചിട്ടാണെങ്കിൽ ആരും വിളി കേൾക്കുന്നില്ല, വെളിച്ചവുമില്ല, യാതൊരു ശബ്ദവും കേൾക്കാനില്ല. ലിഫ്റ്റിനുള്ളിലെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ആരും എടുക്കുന്നുമില്ല, ഫാൻ ആണെങ്കിൽ പ്രവർത്തിക്കുന്നുമില്ല. പല തവണ അലാറവും അടിച്ചു, ആരും തിരിഞ്ഞു നോക്കാനില്ലെന്ന് മാത്രമല്ല, ആകെ കിട്ടിയിരുന്ന വെളിച്ചവും ഓഫാക്കി ജീവനക്കാർ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്ഥലം വിട്ടു. അങ്ങനെ ശ്വാസമടക്കി ലിഫ്റ്റിനുള്ളിൽ കഴിഞ്ഞത് 42 മണിക്കൂറുകളാണ്. ലിഫ്റ്റ് ഓട്ടം നിറച്ച സമയത്ത് കോൺക്രീറ്റ് ഭാഗമായിരുന്നെങ്കിലും അവിടെയുള്ള ദ്വാരങ്ങൾ വഴി ശ്വാസം ലഭിച്ചതാണ് ജീവൻ തിരിച്ചു കിട്ടാൻ സാധിച്ചതെന്ന് രവീന്ദ്രൻ നായർ പറയുന്നത്. രവീന്ദ്രൻ നായരുടെ ഭാര്യ ശ്രീലേഖ മെഡിക്കൽ കോളേജിൽ തന്നെ ഫാർമസിയിലെ ക്യാഷ്യർ കം ക്ലർക്കായാണ് ജോലി ചെയ്യുന്നത്. 11 മണിയായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ഡ്യൂട്ടിക്ക് കയറി. നിയമസഭയിലെ ഓഫീസ് അസിസ്റ്റന്റായ രവീന്ദ്രൻ നായർ ഡോക്ടറെ കണ്ട ശേഷം ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ തിരിച്ചെത്തുമെന്നും പറഞ്ഞു. രാത്രി വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന് ഭാര്യ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് പോലീസിൽ പരാതി നൽകിയും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ അന്വേഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ മറ്റൊരു ലിഫ്റ്റ് ഓപ്പറേറ്ററാണ് അലാറം ശബ്ദം കേട്ട് രവീന്ദ്രനെ കണ്ടെത്തിയത്. തുടർന്ന് ലിഫ്റ്റ് പൊളിച്ച് പുറത്തെടുക്കുകയായിരുന്നു. വിവിധ OPകൾ സ്ഥിതി ചെയ്യുന്ന ബഹുനില മന്ദിരം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ നാഥനില്ലാ കളരിയായി മാറും. രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് വരുന്ന ജീവനക്കാർ OP എപ്പോൾ അവസാനിക്കുന്നുവോ അപ്പോൾ സ്ഥലം വിടും. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് മിക്ക OPകളിലും രോഗികൾ ഉണ്ടാകാറില്ല. ആഴ്ചയിൽ 1-2 തവണ വരുന്ന സ്പെഷ്യൽ OPയിൽ മാത്രമായിരിക്കും തിരക്ക്. ബാക്കി മിക്കവയും ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കും. ഈ തക്കം നോക്കിയാണ് പല ജീവനക്കാരും സ്ഥലം വിടുന്നതായി രോഗികൾ പറയുന്നത്. ഡോക്ടർമാരാണെങ്കിൽ 4:30 വരെ OPയിലുണ്ടാകും. എന്നാൽ മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫുകളും ജീവനക്കാരും അവിടെ ഉണ്ടാകാറില്ല. 7 മണിക്ക് കയറി 5 മണിക്കൂർ മാത്രം ജോലി ചെയ്ത് ഒരു ദിവസത്തെ മുഴുവൻ ശമ്പളവും ഇവർ കൈപ്പറ്റുകയാണ്. ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ എല്ലാ ലിഫ്റ്റിനടുത്ത് വേണമെന്ന് പറയുമ്പോഴും ആരും ഒരു ലിഫ്റ്റിൻ്റെ അടുത്തും ഉണ്ടാകാറില്ല. കേടായ ലിഫ്റ്റുകളിൽ അത് സംബന്ധിച്ച മുന്നറിയിപ്പുകളൊന്നും എഴുതി വയ്ക്കാറുമില്ല. രോഗികൾക്കും കൂടെ വരുന്നവർക്കുമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ മാത്രം നൽകി സംഭവത്തിൽ നിന്ന് കൈകഴുകി ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും. മെഡിക്കൽ കോളേജിലെ മൊത്തം പാളിച്ചകളുടെ ഒരു ഭാഗം മാത്രമാണ് രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം. സസ്പെൻഷൻ എല്ലാം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ജീവനക്കാർ തിരികെ കയറും. അതിനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് സൂപ്രണ്ട് തന്നെ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മുഴുവൻ പരിശോധനകൾ നടത്തി പോകേണ്ട ജീവനക്കാർ കാണിക്കുന്ന കൃത്യവിലോപം എപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് തക്കതായ പരിരക്ഷ നൽകുന്നതിൽ മെഡിക്കൽ കോളേജ് പിന്നിലാണ്. മികച്ച ചികിത്സാ സൗകര്യം മാത്രം പോരാ എന്നും ബാക്കി കാര്യങ്ങൾ ശരിയാക്കാൻ കൂടി ആരോഗ്യമന്ത്രിയും സർക്കാരും ഇനിയെങ്കിലും ശ്രമിക്കണമെന്ന് രോഗികളും നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി അന്വേഷണ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി.